ഹായ് ഗൈസ്, നമ്മുടെ കൂടെയുള്ള ഇന്ത്യ റിവറാണ്. ഇന്ത്യ റിവർ എന്ന് പറഞ്ഞാൽ SUV സ്കൂട്ടേഴ്സാണ് അവർ വിളിക്കുന്നത്. അതിന് വിളിക്കാൻ ഒരു കാരണമുണ്ട്. ബാക്കിയുള്ള സ്കൂട്ടേഴ്സിനെ അപേക്ഷിച്ച് എൻ്റെ ലോയിൽ വരുന്ന 14 ഇഞ്ചിൻ്റെ ലോയിലാണ്. അതിന് റൈഡിങ് കംഫർട്ട് വണ്ടിക്ക് കൂടും. അതാണ് SUV എന്ന് വിളിക്കാനുള്ള കാരണം. ഒബ്വിയസ്ലി അറിയാമല്ലോ, ടയറിൻ്റെ സൈസ് കൂടുന്നതോടെ നമുക്ക് വണ്ടി യാത്രാ സൗകര്യം കൂടും. സുഖകരമായ യാത്രയായിരിക്കും വണ്ടിയുടെ ടയറിൻ്റെ സൈസ് കൂടുന്തോറും. അതുകൊണ്ടാണ് ഇതിനെ SUV എന്ന് വിളിക്കുന്നത്. അതുപോലെ അത് മാത്രമല്ല, വേറെയും കുറേ ഫീച്ചേഴ്സ് SUV എന്ന് വിളിക്കാൻ ഈ ഇന്ത്യ റിവറിനുണ്ട്. അപ്പോൾ അത് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ബാറ്ററീനെ പറ്റി തന്നെ പറഞ്ഞു തുടങ്ങാം. 4 kW ബാറ്ററിയാണ് വരുന്നത്. അതിൽ നമുക്ക് 160 ഇവർ പറയണ IDC റേഞ്ച്. ഗ്യാരണ്ടീഡ് റേഞ്ച് ഒരു 110 120 നമ്മളുടെ ഓടിക്കലനുസരിച്ചിരിക്കും. പലരുടെ ഓടിക്കൽ പല സൈസ് ആയതുകൊണ്ട് ഓരോരുത്തരുടെയും റൈഡിങ് സ്റ്റൈലിൻ്റെ പോലെ ഇരിക്കും ഓരോരുത്തർക്ക് കിട്ടുന്ന റേഞ്ച്. ചാർജിങ് പോർട്ട് ഒരു സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. 750 വാട്ടിൻ്റെ ചാർജിങ് സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ സൂപ്പർ ചാർജിങ്ങും ഇതിൽ സപ്പോർട്ട് ചെയ്യും. വെറും 5 hours 0 to 80% ചാർജ് ഈ വണ്ടിക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. മോഡലിരിക്കുന്നത് ഇന്ത്യ റിവറിൻ്റെ Gen 3 ആണ്. അപ്പോൾ Gen 2 അപേക്ഷിച്ച് സ്ക്രീനൊക്കെ വലുതായി, അതുപോലെ സ്വിച്ചസൊക്കെ പ്ലേസസ് മാറിയിട്ടുണ്ട്. Gen 3 ടയർ അവർ അപ്സൈസ് ചെയ്യുന്നുണ്ട്. 110/70 ഫ്രണ്ടിൽ വരുന്നത്. ബാക്കിൽ വരുന്നത് 120/70 ബാക്ക് ടയർ സൈസ് വരുന്നത്. ഇന്ത്യ റിവറിൽ 3 മോഡാണുള്ളത്. ഇതാണ് മോഡ് മാറ്റാനുള്ള സ്വിച്ച്. എക്കോ, റൈഡ്, റഷ്. ഇന്ത്യ റിവറിൽ 3 മോഡാണുള്ളത്. ഇതാണ് മോഡ് മാറ്റാനുള്ള സ്വിച്ച്. എക്കോ, റൈഡ്, റഷ്. എക്കോ മോഡിലാകുമ്പോൾ നമുക്കൊരു 50 km വരെ സ്പീഡ് പോവുകയും ചെയ്യാം. ഒരു 110 റേഞ്ചും കിട്ടും. ഇനി റൈഡ് മോഡിലാണെന്ന് വെച്ചാൽ സ്പീഡ് നമുക്ക് കുറച്ച് കൂടും, ഒരു 80 km/h ആവും. അതിൻ്റെ പോലെ തന്നെ റേഞ്ച് കുറയും, ഒരു 90 km റേഞ്ച് കിട്ടുള്ളൂ. ഇനി റഷ്യയിലാണ് പോകണമെന്ന് വെച്ചാൽ ഒരു 90 km/h പോവുകയും ചെയ്യാം, ഒരു 70 റേഞ്ച് നമുക്ക് കിട്ടുള്ളൂ. അത് പിന്നെ ഓരോരുത്തരുടെ. പിന്നെ പാർക്ക് അസിസ്റ്റ് ഉണ്ട്. പിന്നെ ഇത് എൻജിൻ കിൽ സ്വിച്ച് ആണ്. എൻജിൻ അല്ലെങ്കിൽ മോട്ടർ എന്ന് പറയാം ബാറ്ററി വണ്ടികളാകുമ്പോൾ. ഇത് മോഡിൻ്റെ ലൈറ്റ് ഇൻഡിക്കേറ്റർ, ഹോൺ. പിന്നെ ഈ ഇന്ത്യ റിവറിനെ SUV എന്ന് വിളിക്കാനുള്ള ഒരു കാരണം ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസ് ആണ്. ഇതിന് 55 liters ഓഫ് സ്റ്റോറേജ് സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലൊരു 12 ലിറ്ററിൻ്റെ സ്റ്റോറേജ് സ്പേസ് വിത്ത് നമുക്ക് ചാർജിങ് പോർട്ട് വയ്ക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അണ്ടർ സീറ്റ് സ്റ്റോറേജ് സ്പേസ് ആണെന്ന് വെച്ചാൽ 43 ലിറ്റർ സ്റ്റോറേജ് സ്പേസാണ് കൊടുത്തിട്ടുള്ളത്. നോക്കിയേ, ഒരു ഫുൾ സൈസ് ഹെൽമെറ്റും ഒരു ഹാഫ് സൈസ് ഹെൽമെറ്റും സുഖമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കാം. എന്നാലും ചെറിയ വല്ല സാധനങ്ങൾ ഹെൽമെറ്റ് നാശാക്കാത്ത പോലെ വയ്ക്കാനുള്ള സ്ഥലവും ഉണ്ട്. പിന്നെ ഈ പാനിയർ സ്റ്റേ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറേ ആക്സസറീസ് ഇന്ത്യ റിവറിന് വരുന്നുണ്ട്. നമുക്ക് ബാക്ക് റെസ്റ്റ് വയ്ക്കാം, അതുപോലെ ബാക്ക് ടോപ്പ് ബോക്സ് വയ്ക്കാനുള്ള മൗണ്ട് വയ്ക്കാം. അതുപോലെ ഇവിടെ നമുക്ക് ഫോൺ മൗണ്ട് വയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. വൈസർ വയ്ക്കാനുള്ള മൗണ്ട് ഇതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ നിന്നുള്ള ലുക്ക് ഇങ്ങനെ വരാം. ഓൾ LED ലൈറ്റ്സ് ആണ് വരുന്നത്, ഇൻഡിക്കേറ്റർ അടക്കം. ബാക്ക് ലൈറ്റ് നോക്കിയാൽ അതും LED വരുന്നത്. ഇന്ത്യ റിവർ വരുന്നത് CBS ബ്രേക്കിംഗ് സിസ്റ്റമാണ് വരുന്നത്, കോംബി ബ്രേക്ക്. ABS അല്ല, CBS ആണ് വരുന്നത്. പിന്നെ ഇന്ത്യ റിവറിൻ്റെ ഡ്രൈവ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ചെയിൻ ഡ്രൈവ് ആണ് വരുന്നത്. അതിൻ്റെ ഉപകാരം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഇലക്ട്രിക് വണ്ടികളുടെ പോലെ അല്ലാണ്ട് നിങ്ങൾക്ക് തന്നെ എവിടെ പോയാലും ടയർ ഊരി മാറ്റാൻ പറ്റും. ഹബ്ബ് അല്ലാത്തതുകൊണ്ട് കമ്പനിയിൽ തന്നെ പോയി ടയർ പഞ്ചർ വന്നാലോ ഇത് വന്നാലോ ഊരണം എന്ന് വെച്ചാൽ കമ്പനിയിൽ പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഇന്ത്യ റിവറിനെ SUV എന്ന് വിളിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. 165 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്ന ഒരു സ്കൂട്ടറാണ് ഇന്ത്യ റിവർ. നിങ്ങൾ ആലോചിക്കണ്ട, സ്കൂട്ടർ, ബൈക്കല്ല, സ്കൂട്ടറാണിത്. പിന്നെ ഇന്ത്യ റിവറിൻ്റെ ഈ റൈഡിങ് കംഫർട്ടിനെ പറ്റി പറയുകയെന്ന് വെച്ചാൽ നോർമൽ കാലിങ്ങനെ വെക്കുന്നതിന് പകരം നമുക്ക് വല്ല സാധനങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലോ ഇല്ലെങ്കിൽ ഹൈറ്റ് കൂടുതലുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ ലോങ് റൈഡ് പോകാൻ വെച്ചാലും എക്സ്ട്രാ ഫ്രണ്ടിലും ഫുഡ് പെഗ്സ് ഇവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതുമ്മ കാല് വയ്ക്കാം. ഇനി അതുപോലെ കയറ്റി വെക്കണമെങ്കിൽ ഇങ്ങനെയും വയ്ക്കാം. ഇതിൽ ക്രാഷ് ഗാർഡാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് വണ്ടി വീണാലും പ്രശ്നമില്ല, നമുക്ക് കാലും വയ്ക്കാം. അങ്ങനെ ഡ്യുവൽ പർപ്പസ് ആയിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത് ഇന്ത്യ റിവറിന്. പിന്നെ Gen 2 അപേക്ഷിച്ച് Gen 3 വരുന്നത് ചാർജിങ് പോർട്ടിൽ വരുന്നത് C ടൈപ്പ് ചാർജിങ് പോർട്ടാണ് ഇപ്പോൾ വരുന്നത്. Gen 2 വെച്ചാൽ C ടൈപ്പ് അല്ല, USB-A ആടുന്നത്. ഒരു കയറ്റത്തിലെത്തി, പെട്ടെന്ന് ബ്രേക്ക് പിടിക്കേണ്ട വന്നു. ബ്രേക്ക് പിടിച്ച് ഇപ്പോൾ ഞാൻ കയറ്റത്തിലാണ് നിൽക്കണത്. ബ്രേക്ക് പിടിച്ച് വിട്ടപ്പോൾ ഹിൽ ഹോൾഡ് ഓൺ ആയതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഒരു കയറ്റം ഞാൻ തൊട്ടിട്ടും കൂടി ഇല്ല, ഇങ്ങനെ നിൽക്കണു, കണ്ടോ? ഒരു പ്രശ്നമില്ല, വേണ്ടി ബാക്കിലേക്കും പോകണില്ല, ഒന്നുമില്ല. ചില കാറുകളിൽ പോലും
ഇല്ലാത്ത ഫീച്ചറാണ് ഇൻറ്റീരിയറിൽ വന്നിട്ടുള്ളത്. പിന്നെ ഞാനിപ്പോൾ ഒരു കയറ്റത്തിൽ ബാക്കിലേക്ക് വണ്ടി എടുക്കണം എന്ന് വെച്ചാൽ ഇതിൽ പാർക്കിംഗ് അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പവർഫുള്ളായിട്ട് പാർക്കിംഗ് അസിസ്റ്റാണ് ഇൻറ്റീരിയറിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ പാർക്കിംഗ് അസിസ്റ്റ് ഓണായി. ഇനി ഞാൻ ബാക്കിലേക്ക് എടുത്താൽ വണ്ടി കയറും. കണ്ടോ, ഞാൻ ഒരു എഫേർട്ട് ഇല്ലാണ്ട് വണ്ടി ബാക്കിലേക്ക് എടുക്കണം. അത് കുറേ പേർക്ക് വണ്ടി വല്ലയിടത്തൊക്കെ പാർക്കിങ്ങിൽ വെച്ച് പോകുമ്പോൾ ബാക്കിലേക്ക് എടുക്കാനൊക്കെ ഹെൽപ്ഫുള്ളായിരിക്കും. ഇൻറ്റീരിയറിന് ഡ്യുവൽ LED ഹെഡ് ലൈറ്റൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഡിം ലൈറ്റ് വരുന്നത്. ഇനി ബ്രൈറ്റ് വരുന്നത് ഇങ്ങനെയും രണ്ടും കത്തും. ഇൻറ്റീരിയറിന് ഇതുപോലത്തെ ഡ്യുവൽ LED ഹെഡ് ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഡിം വരുന്നത്. ബ്രൈറ്റ് വരുന്നത് ഇങ്ങനെയാണ്. പിന്നെ പാസ് വരുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇതൊക്കെയാണ് ഇൻറ്റീരിയറിനൊപ്പം തന്നെ ആക്സസറീസ് കൊടുത്തിട്ടുള്ളത്. ഗ്രാബ് റെയിൽ, ടോപ്പ് ബോക്സ്, വൈസേഴ്സ്, ബാക്ക് റെസ്റ്റ്, മൊബൈൽ ഹോൾഡർ, അതുപോലെ മാറ്റുകൾ. ഇപ്പോൾ ഇൻറ്റീരിയറിൻ്റെ ആക്സസറീസ് വരുന്നത് ഫസ്റ്റ് ഫുഡ് സ്റ്റെപ്പ് വരുന്നുണ്ട് സൈഡ്. ഇത് ഗ്രാബ് റെയിൽ പ്ലസ് ടോപ്പ് സ്റ്റേ വയ്ക്കാനുള്ള മൗണ്ട് വരുന്നുണ്ട്. ബാക്ക് റെസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഈ മാറ്റ് വരുന്നത് ഒരു ആക്സസറിയാണ്. അതുപോലെ ഈ ഫോൺ ഹോൾഡർ വരുന്നത് ഒരു ആക്സസറിയാണ്. അതുപോലെ ഈ വൈസറും ഒരു ആക്സസറി ആയിട്ട് അവർ കൊടുക്കുന്നുണ്ട്. ഈ വൈസർ 2 എണ്ണം വരുന്നുണ്ട്. പ്ലെയിനും വരുന്നുണ്ട്, ഒരു ടിൻഡഡും വരുന്നുണ്ട്. ഇന്ന് ഈ മൺസൂൺ ബ്ലൂ ഇരിക്കണ സ്റ്റോം ഗ്രേ, പിന്നെയുള്ളത് സ്പ്രിംഗ് യെല്ലോ എന്ന് പറയുന്ന ഈ യെല്ലോ കളറിലാണ്. ഓക്കെ, പിന്നെ ഒരു സമ്മർ റെഡ് എന്ന് പറയുന്ന ഈ റെഡ് കളറും കൊടുത്തിട്ടുണ്ട് അവർ. ടോട്ടൽ 5 കളേഴ്സ് ആണുള്ളത്. പിന്നെ ഈ വിൻ്റർ വൈറ്റും നമ്മുടെ കയ്യിൽ നടന്ന. അപ്പോൾ ഇത്രയുള്ള ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.